തകർച്ചയിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നാൽ അവർക്ക് നമ്മളിൽ നിന്ന് ഒരാശ്വാസവാക്ക് ലഭിക്കുന്നത് അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. നമ്മൾ ഒരാളെ സഹായിച്ചാൽ, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ സഹായിച്ചാൽ അതൊക്കെ തീർന്നു പോകും. അതിന് പരിമിതിയുണ്ട്. എന്നാൽ ഒരാൾക്ക് വാക്കുകൊണ്ട് ആശ്വാസം കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. ചില ആളുകളുണ്ട്, അവർക്ക് ലഭിച്ച അളവിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുകയും ചെയ്തു. ഒരാളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ചാണ് തുടർന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ അനുഭവങ്ങളിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമൊക്കെ കൂടെ ഇരിക്കാമെന്നും പോറ്റി പുലർത്താമെന്നുമൊക്കെ വാക്ക് പറഞ്ഞ് അന്യോന്യം ഭാര്യാഭർത്താക്കന്മാരായി തീർന്ന ഒരു കുടുംബം. ഇതിൽ ഭാര്യയ്ക്ക് നാഡീവ്യൂഹത്തിന് ഗുരുതരമായ തകരാർ സംഭവിച്ചു. അങ്ങനെ ഒരു രോഗം അവരെ ബാധിച്ചു. എന്നാൽ പുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുത്ത് ജീവിത പങ്കാളിയായി സ്വീകരിച്ച ഇവരെ ഇദ്ദേഹം നിഷ്കരുണം ഉപേക്ഷിച്ചു കളഞ്ഞു. നടക്കാൻ പോലും ത്രാണിയില്ലാത്ത ഇവരോട് ഈ മനുഷ്യൻ കാണിച്ചത് ക്രൂരത എന്ന് പറയുന്നത് അല്പം പോലും ചെറിയ വാക്കല്ല. കുറേശ്ശെ നടക്കാൻ പ്രാപ്തി ആയപ്പോൾ അവർ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ എല്ലാ ദിവസവും കടൽ തീരത്തുകൂടി അല്പം നടക്കുമായിരുന്നു. ഒരു ദിവസം വിജനമായ ആ തീരത്ത് ഏകനായി ഇരിക്കുന്ന ഒരു യുവാവിനെ കണ്ടു. വളരെ ദുഃഖത്തിൽ ആയിരിക്കുന്നു എന്ന് ഇവർക്ക് തോന്നി. ഇയാളെ കണ്ടപ്പോൾ അടുത്ത് ചെന്ന് കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ഏങ്ങലടിച്ച് കരയുകയാണ്. ഇവരുടെ ശാരീരിക ക്ലേശങ്ങൾ മറന്ന്, അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ മറന്ന് ഈ ആളോട് ചോദിച്ചു, ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ? ഈ ചെറുപ്പക്കാരൻ ഏങ്ങലടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് മാരകമായ ഒരുതരം ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും കുറെ നേരം സംസാരിച്ച് ഇവർ അന്യോന്യം നല്ല ഒരു പരിചയക്കാരായി. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ദൈവം എന്നെ മാത്രം ഇങ്ങനെ ക്രൂരമായി ശിക്ഷിച്ചത്? സാധുവായ ആ സ്ത്രീ അവർക്കറിയാവുന്ന നിലയിലൊക്കെ ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ അവർ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. നോക്കൂ, നിങ്ങളെക്കാൾ ഒറ്റപ്പെടലും കഷ്ടതയും രോഗത്തിന്റെ ഭീഷണിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. കാരണം എൻ്റെ ഏത് കഷ്ടത്തിലും എന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. എന്നിട്ട് അവർ ഈ ചെറുപ്പക്കാരനെ പേരെടുത്ത് സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ ഒരു സാമ്പത്തിക സഹായം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നത്തിലല്ല നിങ്ങളായിരിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ ആശ്രയിക്കുന്ന യേശുവിനെ നിങ്ങൾക്കും ആശ്രയിക്കാം, പരീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മാനസിക വിഭ്രാന്തി മാറുകയും നിങ്ങൾ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യും. ഒടുവിൽ ഈ സ്ത്രീ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്യോന്യം മേൽവിലാസങ്ങൾ കൈമാറിയിട്ടാണ് അവർ അവിടെ നിന്ന് പിരിഞ്ഞത്. ചില മാസങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ അയച്ച ഒരു കത്ത് ഇവർക്ക് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ മകൻ അവൻ പ്രത്യാശ അർപ്പിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങളാണ് അവന് ഇത്രത്തോളം പ്രത്യാശ പകർന്നു നൽകിയത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത്രയുമെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ മറ്റുള്ളവർക്ക് കൈമാറി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.